السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا نبينا. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കൂടിയായ അന്നേരായ ഉസ്താദ് എം ടി മുസ്ലിയാർ അടക്കമുള്ള വേദിയിൽ പുരുഷായ വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നമ്മളവിടെ സംബന്ധിച്ചുള്ളത്. കാലികമായി ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് വിശുദ്ധമായ ഈ ശരീരത്തിന് പ്രചരിപ്പിക്കപ്പെടാൻ ആവശ്യമാകുന്ന സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ ബോർഡും മറ്റ് സംഘടനകളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന, നമ്മൾ പ്രകാശനം നടത്തപ്പെടുന്ന പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളെ സംബന്ധിച്ച് മുഅല്ലിമീങ്ങൾക്കും ഇതിനോട് ബന്ധപ്പെട്ട മുദദ്ദിദീങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ വ്യക്തമായ നിലക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിൻ്റെ മാർഗദർശനങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യമുണ്ടായത് കൊണ്ടാണ് ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം, ഈ പ്രകാശന ചടങ്ങിന് ശേഷം ഒരു ശില്പശാല കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ നൂതനമായ ഏത് രീതികളും വിശുദ്ധ ശരീരത്തിനോട് ഇതിലില്ലാത്ത രീതികളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ട് നമുക്ക് പഠിക്കാം, പഠിപ്പിക്കപ്പെടാം. അങ്ങനെയുള്ളൊരു ശൈലിയാണല്ലോ മഹാനാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തിയത്. അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരായത്ത് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ആ ആയത്തിനോട് ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ, അതിൽ നിന്ന് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ പിന്നീട് അവർ മനസ്സിലാക്കുന്ന, ഇസ്തിംബാത്ത് ചെയ്യുന്ന, അവർ ഇദ്ഹാർ ചെയ്യുന്ന അഹ്കാമുകൾ, അതിനോട് ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹാദീസുകൾ, അതിൻ്റെ അവതരണ പശ്ചാത്തലം, അതിനെ ഓതേണ്ട സ്വഭാവങ്ങൾ, അത് 7 സ്വഭാവത്തിലോ 10 സ്വഭാവത്തിലോ എത്രയാവട്ടെ, ആ ഖിറാഅത്തിൻ്റെ ശൈലികൾ, ഹുറൂഫുകൾക്കുള്ളതായ മഖ്റജുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ, ഇതെല്ലാം ഒരായത്ത് ഓതി കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചത്. അപ്പോൾ എത്ര നമുക്കൊന്നും ചെന്നെത്താൻ പറ്റാത്ത, നമ്മൾ സാധിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത നിലക്കുള്ള ഒരു രീതിയാണ് മഹാനാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചത്. ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ തഫാസിറുകളായിട്ടും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ
ഇവിടെ ബന്ധപ്പെട്ട അഹ്കാമുകളായിട്ടും മറ്റുമൊക്കെ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അപ്പം അതൊക്കെ ഈ 23 വർഷ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു നൂതനമായ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു പഠന ഒരു രീതിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ പറഞ്ഞു, നബിയെ തങ്ങൾ ധൃതി കൂട്ടണ്ട, നാവാക്കണ്ട, നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്. ഈ പറയപ്പെടുന്ന ആശയങ്ങൾ ഒരേ സമയത്ത് നബിയെ തങ്ങൾ കേൾക്കുകയാണെങ്കിലും അതൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയെ തങ്ങൾക്കുള്ള ഹൃദയത്തിൽ അതിനെ ശരിക്ക് അവിടെ അവതരിപ്പിച്ച് അതിനവിടെ ഉറപ്പിച്ച് നിർത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നീട് അവസാനമായി റസൂൽ പ്രഖ്യാപിക്കാൻ കാരണം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാം ദീനാണ്. അപ്പോൾ ദീനിനെ പൂർത്തിയാക്കി തീരാന്നുള്ള പിന്നീട് വിതൈദികളാവുന്ന ഇമ്മത്ത് പറയുന്ന സംഗതികളൊക്കെ തന്നെ മസായിലുകളും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന സർവ്വവാക്യാത്തുകളും ആ വാക്യാത്തുകളോട് ബന്ധപ്പെട്ടതായ അഹ്കാമുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അവതരിപ്പിച്ചു? പ്രത്യേകമാകുന്ന ഒരു രീതിയിലാണ് അതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പം എന്നതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിനോടനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് സംഗതികൾ ഇപ്പോഴത്തെ പുതിയ ദൃശ്യമാധ്യമങ്ങളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. അത് ശരയ്യായ നിലക്ക് ഉള്ള ശരീരത്തിനോട് യോജിക്കണ നിലക്ക് ശരീരത്തെ എതിർക്കപ്പെടാത്ത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പഠിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു പാഠ്യപദ്ധതി കൂടിയാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലക്കുള്ള പഠന രീതികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ ഒരു പ്രകാശന കർമ്മം കൂടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അല്ലാഹു എല്ലാ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന മഹാന്മാരാകുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, അതിൻ്റെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണക്കാർ, മറ്റ് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ആഫിയത്തെയും ദീർഘായുസ്സിനൊക്കെ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും നമ്മളെയും അവരൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിൻ്റെ 100ാം വാർഷികം ഒരു വലിയ ചരിത്ര സംഭവമാക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവരും അതിന് അധ്വാനിക്കേണ്ടവരൊക്കെയാണ് നിങ്ങളൊക്കെ. നിങ്ങളുടെ അധ്വാനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണം കൂടി. മഹാന്മാരാവുന്ന മശായിഖന്മാരുടെ ആ കുരുത്തും പൊരുത്തും അവരുടെ ആ ആത്മാർത്ഥതയും അവരെ ആ തെരിയക്കനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ നിലക്ക് അത് വളരാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ പ്രത്യേകമായി ഒരു സംഗതി പറയാനുള്ളത്, നമ്മുടെ സംഘടനയായ SKSF അത് 2-3 വിഷയങ്ങളെ പറ്റി വഖഫ് നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക, ഏക സിവിൽ കോഡ് ബഹുസ്ഥലതയെ തകർക്കും, ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത്. ഈ 3 പ്രമേയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടിട്ട് SKSFൻ്റെ ഒരു മൗലിക അവകാശ ബഹുജന റാലി ഈ വരുന്ന 27-ാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അത് എല്ലാവരും പങ്കെടുക്കണം. അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം പ്രത്യേകമായും കൊണ്ട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.